നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ജമ്മു കാശ്മീരിൽ കൊലവിളി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭീകരവാദികൾ. സർക്കാർ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് റാസിഖിനെയാണ് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഗ്രാമത്തിലെ പള്ളി സന്ദർശിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ റസീഖിന്റെ പിതാവ് മുഹമ്മദ് അഖ്തർ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല റസീഖിന്റെ സഹോദരൻ ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു സൈനികൻ കൂടിയാണ്. എന്തായാലും മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി റസീഖിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 10 ദിവസത്തിനുള്ളിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന 3ാമത്തെ കൊലപാതകമാണ് ഇതെന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കാശ്മീരിൽ ഇത്തരത്തിൽ നടക്കുന്ന ഈ 3ാമത്തെ കൊലപാതകം അത് വേണ്ട വിധത്തിൽ ഒരു വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്ന വിലയിരുത്തൽ കൂടി അവിടെയുള്ള ആളുകൾക്കുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ സംഘടനയായി പ്രവർത്തിക്കുന്ന ദി റെസിഡൻസ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനുള്ള സമ്മാനമാണ് ഞങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നായിരുന്നു ഈ കൊലപാതകത്തെ ഈ ഭീകരവാദ സംഘടന വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ വർഷം അവസാനം മുതലാണ് സൈനികർക്ക് പകരമായി സാധാരണക്കാരെ ഈ സംഘടന ലക്ഷ്യം വെച്ച് തുടങ്ങിയത്. കശ്മീരി പണ്ഡിറ്റുകളും അതിനോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി തേടി ജമ്മു കാശ്മീരിൽ എത്തുന്ന ആളുകളുമാണ് ഈ ഭീകരവാദ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകൾ. ഈ മാസം തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായതോടുകൂടി 100 കണക്കിന് ഇതര സംസ്ഥാനക്കാരെ മറ്റിടങ്ങളിലേക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ ഏജൻസികൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ വലിയ സൈനിക വിന്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്രമ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും കൃത്യമായ നിരീക്ഷണവുമായി മുന്നോട്ട് പോവുകയാണ് സൈനികർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.